ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അറബിക് ബ്യൂട്ടി സീക്രട്ടാട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടാവും. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഫേസ് പാക്കുകൾ ഇട്ടാൽ ഈ അറബികൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർ ഓൾറെഡി ഫെയർ അല്ലേ എന്ന്. ഈ കറുപ്പിനൊരു പ്രശ്നമുള്ളത് കൊണ്ടല്ല നമ്മൾ ഒരിക്കലും ഈ സ്കിൻ വൈറ്റനിങ് ടിപ്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്കിൻ കെയർ ടിപ്സ് ചെയ്യുന്നതും. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ചെറുപ്പമായിരിക്കാനും നല്ല ഹെൽത്തി ആയിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കിൻ കെയർ ടിപ്സ് എല്ലാം ചെയ്യുന്നത്. അത് കറുപ്പിനൊരു പ്രശ്നമുള്ളത് കൊണ്ട് എന്നുള്ള അതിനൊരു അങ്ങനെ ഒരു അർത്ഥം ഇല്ല കേട്ടോ. അത് നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ഒരു തെറ്റായ ധാരണ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിന് വേണ്ടത് റാഗി പൗഡറാണ്. നമ്മൾ കുട്ടികൾക്കെല്ലാം കുറുക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുത്താറിപ്പൊടി, ചൊളാണ്ടിപ്പൊടി എന്നെല്ലാം പറയും. അതാണ് അവരുടെ ഈ അറേബ്യൻ നാടുകളിൽ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ റാഗി പൗഡറാണ്. ഈ റാഗി പൗഡറിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഡയറക്റ്റ് ഫേസിൽ ഇട്ടാൽ ഫേസിന് പ്രശ്നമില്ല എന്നും പറയാറുണ്ട്. ചെറുനാരങ്ങ ഡയറക്റ്റ് ഫേസിലിട്ടാൽ ഫേസ് ഡ്രൈ ആവും. പക്ഷേ അത് ഇപ്പോൾ 1 ടീസ്പൂണല്ലോ ഈ ഫേസ് പാക്കിലിടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം തേനാണ്. ആ തേനും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം നല്ല കട്ട തൈരാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല നിറം വെക്കാനും തിളക്കം വരാനും എപ്പോഴും ഒരു ചെറുപ്പമായിരിക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ അറേബ്യൻ കൺട്രീസിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഈ ഒരു പൗഡറിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞുതരാം. അവർക്ക് മെയിനായിട്ട് അവർ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണിത്, റാഗി പൗഡർ എന്ന് പറയുന്നത്. റാഗി പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. കുട്ടികൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പൗഡറാണിത്. അതായത് മുത്താറിപ്പൊടി എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം നിങ്ങൾക്കിത് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാമെന്നാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ചെയ്യാമെന്നാണെങ്കിൽ പെർമനൻറ്റ് റിസൾട്ടാണ്. പിന്നെ ഇത് നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന നമ്മളെ നാച്ചുറലായി, അതായത് ഹോം മെയ്ഡ് ഫേസ് പാക്കാണ്. അപ്പോൾ ഹോം മെയ്ഡ് ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യേണ്ട, അതായത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യാണ്ട് കുറേ നിന്നാൽ ആ ഒരു ഗ്ലോ പോവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, കെമിക്കൽസ് അടങ്ങിയ ക്രീം തേക്കുന്നത് പോലെയല്ല നമ്മളിങ്ങനെയുള്ള ടിപ്സ് ചെയ്യുമ്പോൾ. അത് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടും. അതേപോലെ തന്നെ അത് പെർമനൻ്റ് ആവണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഗുണം മാത്രമേ അത് ചെയ്യൂ, ഒരിക്കലും ദോഷം ചെയ്യൂല. അതേ സ്ഥാനത്ത് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കേൾക്കുന്നില്ലേ, ഒരു കിഡ്നി പ്രോബ്ലം എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെന്താണ് കയ്യിലിടുന്നത് ഫേസിലിടാത്തത് എന്നുള്ള ചോദ്യം അടുത്തത് വരും. നിങ്ങൾക്ക് അങ്ങനെ ഫേസിൽ ഇടുന്നതിൽ വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും കയ്യിലിട്ടിട്ട് നോക്കിയിട്ട് ഫേസിലിട്ടാൽ മതി. ഇത് ഞാൻ ഫേസിലിട്ടതിന് ശേഷം തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെയുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ ഈ ഒരു റിസൾട്ട് പെർമനൻ്റായിട്ട് നിൽക്കുമെന്നില്ല. ഇതൊരു 24 hours ഈ ഒരു ഗ്ലോ ഉണ്ടാവും. പെർമനൻ്റായി നിൽക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അതായത് അപ്ലൈ ചെയ്ത കൈക്ക് നല്ലോണം സ്മൂത്ത് ആവുകയും ചെയ്തിന് സ്കിന്ന്, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ക്യാമറയിൽ എത്രത്തോളം അത് കറക്റ്റ് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നല്ലൊരു റിസൾട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതിൽ ആഡ് ചെയ്ത എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് അലർജിയോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാണ്ട് നിൽക്കുക. പിന്നെ നിങ്ങൾ എന്താണ് ഫേസിലിടാത്തത് എന്നുള്ള ചോദ്യം വേണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്